നന്മകളാക്കാൻ പടച്ചവനെ കാരണമാകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് വേണ്ടി അള്ളാഹു കരുന്നരുളിയ ഒരു വലിയ നിഅമത്താണ് ദീനുൽ ഇസ്ലാം. ഇസ്ലാം അതൊരു നിഅമത്താണ്. ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാകുന്ന ആ ദൗലത്ത്, ആ സമ്പത്ത് കിട്ടലാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തിനെ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കിയിരിക്കുന്നു. അല്ലാഹു തആല നിഅമതി എന്നാണ് പറഞ്ഞത്, എൻ്റെ നിഅമത്ത്. ശരിക്കും ഇസ്ലാം നിഅമത്താണ്. ഇസ്ലാം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഒരാൾക്ക് കലിമയിലേക്കുള്ള ഹിദായത്ത് കിട്ടൽ അയാൾക്ക് പിന്നെ ഭൂമിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ചു കഴിഞ്ഞു. കാരണം ഹിദായത്ത് ഇല്ലെങ്കിൽ, ഈമാൻ ഇല്ലെങ്കിൽ, ഇസ്ലാമാകുന്ന ഈ ദൗലത്ത് ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഭൂമിയിൽ സ്വസ്ഥത ഉണ്ടാവില്ല, ഉറപ്പായിട്ടും. ആഖിറത്തിൽ എന്നേക്കുമായിട്ടുള്ള ജീവിതത്തിൽ അയാൾക്ക് എന്നേക്കുമായി നഷ്ടമായി. ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്നേക്കുമായിട്ടുള്ള വിജയത്തിന് അതിപ്രധാനമായത് അയാളിൽ പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ ഇസ്ലാമാണ്. അയാൾക്ക് ഈമാനില്ല, ഇസ്ലാമില്ല, കലിമയില്ല, പിന്നെ ആ മനുഷ്യൻ എന്നേക്കുമായി പരാജിതനാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹു തആല ഹിദായത്ത് നൽകൽ അത് ഏറ്റവും വലിയ സംഗതിയാണ്. ഹദ്റത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹിദായത്ത് അത് അല്ലാഹു അവന്റെ നിയന്ത്രണത്തിൽ വെച്ചത്. ഹിദായത്ത് അവന്റെ സ്വന്തം നിയന്ത്രണത്തിൽ, അവന്റെ കയ്യിൽ വെച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. അത് വല്ല നബിമാരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് സത്യത്തിൽ ഒരടിമയായ, ബാഹ്യാർത്ഥത്തിൽ എല്ലാ നിലയിലും ഭൗതികമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് ഹിദായത്ത് കിട്ടുകയില്ല. എന്ന് വെച്ചാല് ഹിദായത്ത് ഒരാളുടെ കയ്യിൽ, ഒരു മസ്ജിദിലെ ഇമാമിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിലായിരുന്നെങ്കിൽ പലർക്കും ആ ഹിദായത്ത് കിട്ടൂല. കാരണം ഹിദായത്തിന് ഓരോരുത്തരും അവരവരുടെ ബന്ധങ്ങൾക്ക് നൽകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് അത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ വെച്ചു. അവൻ ഇഷ്ടമുള്ള ആൾക്ക് അവൻ ഹിദായത്ത് നൽകും. അവൻ ഇഷ്ടമുള്ള ആൾക്ക് അവൻ ഹിദായത്ത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ആളിൽ ഒരാളാണ് അബൂ താലിബ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിന്നു. നാട്ടിലെ മുഴുവൻ പ്രമാണിമാരും, നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുകയും എതിർക്കുകയും തങ്ങൾക്കെതിരെ നിൽക്കുകയും ചെയ്തപ്പോഴും അബൂ താലിബ് കൂടെ നിന്നോടും. ആ കൂടെ നിൽക്കലിന്റെ പേരിൽ മക്കയിലെ പ്രമാണിമാർക്ക് വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അബൂ താലിബിനോട് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ നേതൃസ്ഥാനത്തിന്റെ വിയോജിപ്പും ജനങ്ങളുടെ അവഗണനയും ഒന്നും അബൂ താലിബ് പരിഗണിച്ചിട്ടേ ഇല്ല. അത് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിന്ന് കൊടുത്തു. എല്ലാ അവസ്ഥയും തങ്ങൾക്ക് സഹായിയായി, തങ്ങൾക്ക് അഭയം നൽകി, മക്കളെ നൽകി. അബൂ താലിബിന്റെ മകനായിരുന്നു ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു, ഹദ്റത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു. പിന്നീട് മറ്റൊരു മകനായ അഖീൽ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരായിരുന്നെങ്കിലും പിന്നീട് അഖീലും ഇസ്ലാമിലേക്ക് വന്നു. അബൂ താലിബിന്റെ മക്കൾ ഇസ്ലാമിന് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിന് സപ്പോർട്ടായി. അബൂ താലിബും കൂടെ നിന്ന് കൊടുത്തു. അതുകൊണ്ട് ഹിദായത്ത് ഏറ്റവും വലുതാണ്, ഏറ്റവും വലുത്. ഒരാൾക്ക് അല്ലാഹു തആല നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താണ്.
അള്ളാഹു ഞങ്ങൾക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്ത് പ്രാപിക്കുകയില്ലായിരുന്നു എന്ന് സഹാബാക്കൾ പല യുദ്ധങ്ങളിലും പറയുമായിരുന്നു. അള്ളാഹു എങ്ങാനും ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ ഹിദായത്ത് തരാനാണ്. നമ്മുടെ സഹന്മാരെ സ്നേഹിതന്മാരെ ഒരു മനുഷ്യന് ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് അയാൾക്ക് കണ്ണ് കിട്ടുന്നതിനേക്കാളും അയാൾക്ക് കിഡ്നി കിട്ടുന്നതിനേക്കാളും അയാളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾ കിട്ടുന്നതിനേക്കാളും ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് ഉളുമ, ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പിതൃവ്യൻ അബൂ താലിബിന്റെ ഹിദായത്തിന് വേണ്ടി തങ്ങൾ എത്ര ആഗ്രഹിച്ചു. തങ്ങൾ മരണശയ്യയിൽ, അബൂ താലിബിന്റെ മരണശയ്യയിൽ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. ഒരു പ്രാവശ്യമെങ്കിലും കലിമ പറയും, ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാം. എത്രത്തോളം ദീനിന് കൂടെ നിന്ന് കൊടുത്ത അബൂ താലിബിന് ഹിദായത്തിന് തൗഫീഖ് ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ, നബിയെ തങ്ങൾ വിചാരിച്ചവർക്ക് ഹിദായത്ത് നൽകുക സാധ്യമല്ല. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ, അല്ലാഹു ആർക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ഹിദായത്ത് നൽകുകയുള്ളൂ, അവർക്ക് മാത്രമേ ഹിദായത്ത് നൽകുകയുള്ളൂ. അതുകൊണ്ട് ഹിദായത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്, അവന്റെ ഉത്തരവാദിത്തത്തിലാണ്. അവൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കും, ഇഷ്ടമുള്ള ആൾക്ക് ഹിദായത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന് ഹിദായത്ത് കിട്ടലാണ് എന്റെ പിതാവായ അബൂ ഖുഹാഫക്ക് ഹിദായത്ത് കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയകരമായത് എന്ന് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്റെ വാപ്പക്ക് ഹിദായത്ത് കിട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം അബൂ താലിബിന് ഹിദായത്ത് കിട്ടലാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് സ്വന്തം പിതാവ് നരകത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടാവുക? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഈ ദീനിനോട് അത്രത്തോളം വലിയ സ്നേഹവും അടുപ്പവും ഉപകാരവും ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവൽ ഈ അബൂ താലിബിന്റെ ഹിദായത്തിന്റെ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് എന്റെ സന്തോഷത്തെക്കാളും എനിക്ക് വലുത് എന്റെ പ്രിയങ്കരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷമാണെന്ന നിലയിലാണ് ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പിതാവ് അബൂ ഖുഹാഫക്ക് ഹിദായത്ത് കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് അബൂ താലിബിന്റെ ഹിദായത്ത്. അതുകൊണ്ട് ഹിദായത്ത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ ഹിദായത്ത് കൊടുക്കും. വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു മനുഷ്യനെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യം, അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഒരാൾക്ക് കിട്ടിയാൽ അവനേക്കാളും വലിയ ഭാഗ്യം കിട്ടിയ വേറൊരാളില്ല. അതിനേക്കാളും വലിയ ഭാഗ്യം കിട്ടിയ വേറൊരാളില്ല. ഇത്ര വലിയ ഭാഗ്യമാണ് കലിമ എന്നുള്ളത്, ഈമാൻ എന്നുള്ളത്. ഈമാൻ ഇല്ലാത്ത മനുഷ്യൻ എന്നേക്കുമായി നരകത്തിൽ കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങളിൽ കിടന്നെരിയേണ്ടി വരും. ഒരാളും സഹായിക്കാനുണ്ടാവില്ല. ആ നഷ്ടം ചില്ലറ നഷ്ടമല്ല. മരണത്തോടു കൂടി ആ മനുഷ്യന്റെ ദുരിതത്തിന്റെ തുടക്കമായി. ഭൂമിയിലെ ജീവിതം കുടിസായിരിക്കും, ഭൂമിയിലെ ജീവിതം പ്രയാസകരമായിരിക്കും. അവർക്ക് താമോ തണലോ ആരുണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. നമ്മൾ ബാഹ്യമായ ആളുകൾ ഇതിലെ ചിരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളകങ്ങളിൽ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നമുക്കറിയില്ല. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് പ്രതിസന്ധി വന്നാലും അവൻ വലത്തോട്ട് നോക്കി പ്രശ്നത്തിന് പരിഹാരമില്ല, ഇടത്തോട്ട് നോക്കി പ്രശ്നത്തിന് പരിഹാരമില്ല, മുന്നിലേക്ക് നോക്കി പ്രശ്നത്തിന് പരിഹാരമില്ല, പിന്നിലേക്ക് നോക്കി പ്രശ്നത്തിന് പരിഹാരമില്ല. എന്നാലും അവനൊരു പ്രതീക്ഷ അവന്റെ റബ്ബായ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ അല്ലാഹു എനിക്ക് എന്തെങ്കിലും വഴി തുറന്നു തരും എന്നൊരു മുഅ്മിന് വിശ്വാസം ഉണ്ടാവും. ആ ഈമാൻ ആ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകും. ഏറ്റവും വലിയത് ഈമാനാണ്. ഈമാനില്ലാത്ത മനുഷ്യരുടെ കയ്യിൽ ഭൗതികമായ വസ്തുക്കളൊക്കെ ഉണ്ടാവും. വലിയ കാർ ഉണ്ടാവാം, വലിയ സമ്പത്ത് ഉണ്ടാവാം, പക്ഷെ സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അവരുടെ കുടുംബ ജീവിതങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ വലിയ ക്വസ്റ്റ്യനിൽ ഇരുന്ന ആളുകൾ ജീവിതത്തിന്റെ അവസാനങ്ങളിൽ വലിയ പ്രയാസങ്ങളിലാണ്. എന്തുകൊണ്ട്? ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ല. അതിന്റെ ദുരിതവും ദുരന്തവും അവർ അനുഭവിക്കുന്നുണ്ട്. ഭൂമിയിൽ പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയാനില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതം എത്ര പ്രയാസകരമായി. ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം, മഹ്ശറ, അതിനുശേഷം ഹിസാബ് കിതാബ്,
സിറാത്തിലൂടെയുള്ള കടന്നുപോകൽ, നരകത്തിൽ വീഴൽ തുടങ്ങിയ വലിയ വലിയ ദുരന്തങ്ങൾ അവരെ കാത്തിരിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ജുമായുടെ സമയത്ത് മസ്ജിദിലേക്ക് വരാൻ നമുക്ക് അവസരം കിട്ടിയത് ഉള്ളിന്റെ ഉള്ളിൽ ഹിദായത്തിന്റെ പൊരി വീണതുകൊണ്ടാണ്, ആ വെളിച്ചുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ നന്മ അല്ലെങ്കിൽ ഹിദായത്ത് അതിനോട് നന്ദിയുള്ളവരായിരിക്കണം, അതിനോട് വലിയ കൂറുണ്ടായിരിക്കണം. ഹിദായത്ത് ഏറ്റവും വലുതാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിൻ അവൻ അവന്റെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും വിനയാനിതനായി നിന്നുകൊണ്ട് അവൻ ആവർത്തിച്ച് ചോദിക്കുന്നതും ഈ ഹിദായത്ത് തന്നെയാണ്. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹിദായത്ത് 17 പ്രാവശ്യം നിർബന്ധമായി ചോദിക്കുന്നുണ്ട് ഒരു മുഅ്മിൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നേരായ പാത കാണിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുക. നിസ്കാരത്തിലാണ് ആളുള്ളത്. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, നേരായ പാത കാണിച്ചു തരണേ. എന്തിനാണ് അയാൾ നിസ്കാരത്തിൽ നിൽക്കുന്ന ഒരു മുഅ്മിൻ വീണ്ടും ഹിദായത്ത് ചോദിക്കാൻ എന്താണുള്ളത്? സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, വെറും ഒരു കലിമ ചൊല്ലൽ മാത്രമല്ല ഹിദായത്ത്. ഹിദായത്ത് അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് അവനെ അടുപ്പിക്കുന്നതായിരിക്കണം. അവന്റെ കണ്ണിന്റെ നോട്ടം, അവന്റെ ചെവിയുടെ കേൾവി, അവന്റെ നാവിന്റെ സംസാരം, അവൻ ഭക്ഷണം കഴിക്കൽ, അവന്റെ കൈകാലുകളുടെ ചലനങ്ങൾ, വിചലനങ്ങൾ, അതെല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനുമായി മാറിക്കഴിയണം. അല്ലാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. അതിനൊരു ഹിദായത്ത് ആവശ്യം. പല മക്കൾ എത്രത്തോളം എഴുതുന്നുണ്ട്, കണ്ണിന് ഹിദായത്ത് കിട്ടാനുണ്ട്, ഓരോ അവയവങ്ങൾക്കും ഹിദായത്ത് കിട്ടാനുണ്ട്, ചെവിക്ക് ഹിദായത്ത് കിട്ടാനുണ്ട്. കണ്ണിന് ഹിദായത്ത് കിട്ടിയാൽ ആ കണ്ണുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് അവൻ കാണൂല. ഓരോ അവയവങ്ങളുടെ ഹിദായത്ത് വരെ അവരുടെ മക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിസ്കാരത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ചോദിക്കുക, എന്നെ നേരായ ചൊവ്വായ പാതയിലാക്കണേ. നിസ്കരിക്കുന്നതിനേക്കാളും വലിയ ചൊവ്വായ പാത ഏതാണുള്ളത്? പക്ഷെ പോരാ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മനുഷ്യന് ഹിദായത്തിൽ വർധനവുണ്ടാവണം, ഹിദായത്തിൽ വർധനവുണ്ടാവണം, ഈമാനിൽ വർധനവുണ്ടാവണം. അപ്പോഴേ ആ മനുഷ്യന് അവന്റെ റബ്ബായ അല്ലാഹുവിനെ മനസ്സിലാക്കാനും അല്ലാഹുവിനെ കണ്ടെത്താനും കഴിയുകയും, അല്ലാഹുവിനെ മനസ്സിലാക്കാനും അവനെ കണ്ടെത്താനും കഴിയും. അപ്പോഴാണ് മനുഷ്യന് ഹിദായത്ത് കിട്ടണം. മനുഷ്യന്റെ ഹിദായത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊണ്ട് ഹിദായത്തിലേക്ക് ആവശ്യക്കാരാണ് മുഴുവൻ മനുഷ്യരും. നബിമാർ വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ തങ്ങളുടെ നമസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗത്തിൽ എന്നെ വഴി നടത്തണേ. ഒന്ന് ഹിദായത്ത്. രണ്ടാമത്തേത് ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതകാലം മുഴുവൻ അല്ലാഹുവിനെ അറിയുകയും അല്ലെങ്കിൽ അല്ലാഹു ഉണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്താൽ മാത്രം പോരാ, ആ മനുഷ്യന്റെ മരണവും ഹിദായത്തിന്റെ അവസാനം വരെ എത്തണം. എന്ന് വെച്ചാൽ മരിക്കലും അവൻ ഹിദായത്തിലായിരിക്കണം. ഹിദായത്തിലായി ജനിച്ചു ജീവിച്ചു എന്നതിന്റെ പേരിൽ ഒരാൾ ഹിദായത്തിലായി മരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. കലിമ ചൊല്ലി ജീവിച്ചു, അല്ലെങ്കിൽ കലിമയുള്ള മാതാപിതാക്കളുടെ മക്കളായി ജീവിച്ചു, പക്ഷേ അയാൾ കലിമയില്ലാതെ മരിച്ചാൽ പിന്നെന്താണ് ആ ജീവിതം കൊണ്ട് അയാൾക്ക് കാര്യം? അതുകൊണ്ട് ഈ ഹിദായത്ത് അയാളുടെ മരണം വരെ എത്തണം. അതിന് നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി ചോദിക്കണം. അതുകൊണ്ട് ഹിദായത്ത് മരിക്കുന്നത് വരെ എന്ന് വെച്ചാൽ മരിക്കുന്ന സമയത്തും അവൻ അല്ലാഹുവിനെ അനുസരിച്ച് അവന്റെ തൃപ്തി നേടിയവനായ നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടണം. ജനങ്ങൾ, ഒരു വിഭാഗം ആളുകൾ കലിമയിലായി ജനിച്ചു, കലിമയിലായി ജീവിച്ചു, കലിമയിലായി മരിച്ചു. വേറൊരു കൂട്ടം ആളുകൾ കലിമയിലായി ജനിച്ചു, പിന്നെ കലിമയില്ലാത്ത അവസ്ഥയിൽ മരിച്ചു. മറ്റൊരു വിഭാഗം ആളുകൾ കലിമയില്ലാതെ ജനിച്ചു, മരിക്കുന്ന സമയം കലിമയോടുകൂടി മരിച്ചു. വേറൊരു വിഭാഗം ആളുകൾ കലിമയില്ലാതെ ജനിച്ചു, കലിമയില്ലാതെ മരിച്ചു.
നാല് വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്ന് കെലിമയിലായി ജനിച്ചു, കെലിമയിലായി തന്നെ മരിച്ചു. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ അവരാണ്. മറ്റൊരു വിഭാഗം കെലിമയില്ലാതെ ജനിച്ചു, പക്ഷേ കെലിമയിലായി മരിച്ചു. അവർ വലിയ ഭാഗ്യവാന്മാർ. കെലിമയിലായി ജനിച്ചു, കെലിമയില്ലാതെ മരിച്ചു, കെലിമയില്ലാതെ ജനിച്ചു, കെലിമയില്ലാതെ മരിച്ചു. അങ്ങനത്തെ രണ്ട് വിഭാഗം ആൾക്കാർ. ഇതെങ്ങനെയാണ് തീരുമാനിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരുടെ മുന്നിലും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു കാണിക്കുന്നു. ഓരോരുത്തർക്കും അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. കെലിമയില്ലാതെ ജനിച്ചവർക്കും അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ, അവസ്ഥകൾ അവരുടെ ജീവിതത്തിന്റെ ഓരോരോ ഒറ്റക്കുള്ള ജീവിതങ്ങളിലും അല്ലാഹു കൊടുക്കുന്നുണ്ടാവും. പലപ്പോഴും അവരുടെ മനസ്സ് ആ കെലിമയുടെ മുന്നിലെത്തിയിട്ടുണ്ടാവാം. പക്ഷേ ആളുകളെ പേടിച്ചിട്ടും നാട്ടിന്റെ സാഹചര്യങ്ങളെ ഭയപ്പെട്ടിട്ടും ആ കെലിമയിൽ നിന്ന് വിമുഖത കാണിച്ച് മനുഷ്യൻ മാറിപ്പോവാണ്. പക്ഷേ കെലിമയിലായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ അവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. കെലിമയിലായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവർ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ വസ്തു ഹിദായത്താണ്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ ചോദിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ നിങ്ങളും നമ്മുടെ ഹിദായത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നമസ്കാരത്തിൽ ഉടനീളം നമ്മൾ ചോദിക്കണം, ഹിദിമ ചോദിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നമ്മളിൽ ഈ കെലിമയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാവണം, ഹിദായത്തിന്റെ ജീവിതം ഉണ്ടാവണം. അല്ലെങ്കിൽ സഹോദരന്മാരെ എന്നേക്കുമായി വലിയ നഷ്ടമായിരിക്കും, വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഹിദായത്തിലായി ജീവിക്കുക, ഹിദായത്തിലായി മരിക്കുക. അതുകൊണ്ട് ഭൗതികമായ വസ്തുക്കൾ എന്തെല്ലാം മനുഷ്യൻ ലഭിച്ചാലും ഒരു മനുഷ്യൻ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് കെലിമയിലായി മരിക്കലാണ്, മുസ്ലിമായി മരിക്കലാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത് പോലെ സൂക്ഷിക്കുക. ഹഖ്ക തുഖാതിഹി, അവനെ തഖ്വ ചെയ്യേണ്ടത് പോലെ, അവനെ മനസ്സിലാക്കേണ്ടത് പോലെ നിങ്ങൾ ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിക്കരുത്. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. സത്യത്തിൽ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്, വിശ്വസിച്ചവരെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്നാണ് അല്ലാഹു വിളിച്ചത്. എന്നിട്ട് അല്ലാഹു പറയണം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഒരിക്കലും മരിക്കരുത്. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അപ്പൊ മുസ്ലിം അല്ലാതെ മരിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് പറഞ്ഞത്. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അതുകൊണ്ട് മുഅ്മിനായി ജനിച്ചു എന്നതിന്റെ പേരിൽ മുഅ്മിനായി മുസ്ലിമായി മരിച്ചോളണം ഒരു നിർബന്ധമില്ല. ആ ഈമാനെ, ആ ഇസ്ലാമിനെ മരണം വരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടെത്തിക്കൽ അത് ഓരോ മനുഷ്യന്റെയും വലിയ ബാധ്യതയാണ്. അതാണ് മനുഷ്യന്റെ അധ്വാനം. അതിന്റെ പ്രാർത്ഥനയാണ് നിസ്കാരത്തിൽ സത്യത്തിൽ നടത്തുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ മരണത്തിന്റെ രംഗം ഈമാനികമാക്കാനുള്ള പരിശ്രമം അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രതിസന്ധികളിലൂടെ രാജാവായി. കിണറ്റിലിടപെട്ടു, മാർക്കറ്റിൽ വിൽക്കപ്പെട്ടു, കൊട്ടാരത്തിലെത്തി, വലിയ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വലിയ അപവാദം ചുമത്തപ്പെട്ടു. അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു, വർഷങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നു. അതിനുശേഷം ആ നാടിന്റെ അധികാരം നൽകപ്പെട്ടു. കിണറ്റിലിട്ട സഹോദരങ്ങൾ അടക്കം ഉമ്മയും ഉപ്പയും എല്ലാവരും തന്റെ കീഴിലെത്തി. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. നിശ്ചയം ഞാൻ കാണുന്നുണ്ട്, ഇന്നി റഅയ്തു 11 കൗകബൻ, 11 നക്ഷത്രങ്ങളും
വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. സൂര്യനെയും ചന്ദ്രനെയും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കാണുന്നു എന്ന് ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന നിലയിൽ 11 സഹോദരങ്ങളും ഉമ്മയും ഉപ്പയും അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കീഴിലെത്തി. ആ സമയത്ത് ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയപ്പോഴും ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇതായിരുന്നു. കറ്റിലൂടെ വന്നു ത്യാഗം സഹിച്ച് ഏതായാലും അധികാരത്തിലെത്തി. ഇനി മിസ്റിന്റെ അധികാരം പോലെ തൊട്ടടുത്ത രാജ്യങ്ങളുടെ എല്ലാം അധികാരം എനിക്ക് നൽകണേ, എന്നെ ഒരു പ്രവിശാലമായ രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കണേ എന്നൊന്നുമല്ല ഹദ്റത്ത് യൂസുഫ് അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. എനിക്ക് അടുത്ത രാജ്യം കൂടി വേണം, അല്ലെങ്കിൽ കുറെ കാലം ഈ അധികാരം എനിക്ക് നിലനിർത്തി തരണം. അതൊന്നുമല്ല യൂസുഫ് അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ ഇതായിരുന്നു: റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ربي قد آتيتني من الملك പടച്ചവനെ എനിക്ക് നീ രാജാധികാരം നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു. തന്നു. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, എനിക്ക് അധികാരം നൽകുകയും ചെയ്തു. പക്ഷെ അതൊക്കെ സംഭവം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിനോട് ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ഇതാണ്: തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ. അധികാരം കിട്ടി, എല്ലാം കിട്ടി, എന്നെ നബിയാക്കി, ഒക്കെ ശരി തന്നെ. പക്ഷെ എനിക്ക് ആഗ്രഹം തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണം. മുസ്ലിമായി മരിപ്പിക്കണം, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് ചേരണം. ആരാണ് ദുആ ചെയ്യുന്നത്? ജീവിതത്തിന്റെ പല രംഗങ്ങളും അല്ലാഹുവിന് വേണ്ടി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പാന്റെ കൂട്ടത്തിൽ ജീവിക്കവേ ഉപ്പ മകനെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ ഇക്കാക്കമാർക്കുണ്ടായ അസൂയ, അതിന്റെ പേരിൽ കെറ്റിൽ കൊണ്ടുപോയിട്ടതാണ്. അല്ലാണ്ട് വേറെ ഒരു തെറ്റിന്റെ പേരിലാണ്. വാപ്പ യൂസുഫിനെ സ്നേഹിച്ചതിന്റെ പേരിൽ യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്യാനാണ്? ആ നിലയിൽ നിരപരാധിയായി കിണറ്റിൽ തള്ളപ്പെട്ടു. അതിനുശേഷം മാർക്കറ്റിൽ വിൽക്കപ്പെട്ടു. കൊട്ടാരത്തിലെത്തി. വലിയ തിന്മയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോഴും അതിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഖാല മഅഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ഭയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കൊതി, ആഗ്രഹം ഇതാണ്: റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. പടച്ചവനെ, നീ എനിക്ക് അധികാരം നൽകി, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഫാത്തിറ السماوات والأرض, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, നീ എന്റെ സംരക്ഷകനാണ്, നീ എന്റെ കൈകാര്യകർത്താവാണ്. ദുനിയാവിലും ആഖിറത്തിലും നീ തന്നെയാണ് എന്റെ കൈകാര്യകർത്താവ്. അതുകൊണ്ട് എനിക്ക് ആർക്കും ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ. കാരണം മുസ്ലിമായി മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സംഭവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം ഇസ്ലാമിലായി മുസ്ലിമായാൽ മരിക്കുക എന്നുള്ളത്. ഇന്നകും ലതമൂതുന്ന കമാ തഹ്യൂൻ വഇന്നകും ലതുബഅതുന്ന കമാ തമൂതൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താൽപര്യത്തിലുണ്ട്: ഇന്നകും ലതമൂതുന്ന കമാ തഹ്യൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മരണം ഉണ്ടാവുക. മരണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. എങ്ങനെയാണ് അയാൾ ജീവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാളുടെ മരണം ഉണ്ടാവുക.
മുസ്ലിമായി ഇസ്ലാമിയത്തോടു കൂടി ജീവിച്ചു, അള്ളാഹുവിനെ വഴിപ്പെടുകയും ഭയപ്പെടുകയും ചെയ്ത് ജീവിച്ചു എങ്കിൽ ആ അവസ്ഥയിൽ അയാൾ മരിക്കും. നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അതുപോലെ നിങ്ങളെ പുനരുദ്ധാരണം ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള മുഹ്സിനീങ്ങളെ, നന്മ ചെയ്തവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, നിങ്ങളിൽ തിന്മ ചെയ്തവരെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സാധാരണമാരെ നമ്മൾ വിചാരിക്കാൻ സ്വർഗ്ഗം നരകമൊക്കെ മരിച്ചതിന് ശേഷം വരാനുള്ള സംഗതിയില്ലേ, അതൊക്കെ അവിടെ എത്തിയിട്ട് നോക്കാം, അത് അവിടെ എത്തിയിട്ട് നോക്കാം. ഇല്ല സാർമാരെ, അവിടെ എത്തിയിട്ടല്ല നോക്കേണ്ടത്. അത് നോക്കേണ്ട സ്ഥലം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ്. കാരണം ഒരാൾ മുസ്ലിമായി മരിച്ചാൽ അയാൾ എന്നേക്കുമായി സ്വർഗത്തിലെത്തും. അയാൾ ഇസ്ലാം ഇല്ലാതെ ഈമാൻ ഇല്ലാതെയാണ് മരിച്ചതെങ്കിൽ അയാൾ എന്നേക്കുമായി നരകത്തിന്റെ വറവോളിയാണ്. അതുകൊണ്ട് ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം അത് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് അധ്വാനങ്ങൾ മുഴുവൻ നടക്കേണ്ടത്. എന്റെ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം, എനിക്ക് മുസ്ലിമായി മരിക്കണം. മുസ്ലിമായി മരിക്കാനുള്ള മാർഗം എന്താണ്? മുസ്ലിമായി ജീവിക്കണം. ഒരാൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ അയാൾ മുസ്ലിമായി മരിക്കാനുള്ള അവകാശം അയാൾക്ക്. അതുകൊണ്ട് ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അയാളുടെ മരണസമയത്താണ് അയാൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് സ്വന്തം മരണത്തെ നന്നാക്കാനുള്ള പരിശ്രമമാണ് ഒരു മുഅ്മിന് ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ളത്. അല്ലാണ്ട് എന്താണ് അവന് വേറെ ചെയ്യാനുള്ളത് ഭൂമിയിൽ? അതുകൊണ്ട് മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പ്, അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക, തഖ്വ ചെയ്യേണ്ടതുപോലെ ചെയ്യും, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തി, അല്ലാഹുവിനെ ശ്രദ്ധിക്കും, സൂക്ഷിക്കും, അല്ലാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിക്കും, അവൻ നിരോധിച്ച കാര്യങ്ങളെ നിങ്ങൾ വർജിക്കും, അല്ലാഹുവിന്റെ നിരോധനങ്ങളെ ഉപേക്ഷിക്കും, അത് ജീവിതത്തിൽ ചെയ്യാതിരിക്കും, കൽപ്പനകളെ ജീവിതത്തിൽ പ്രവർത്തിക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയാൻ, വലാ തമൂതുന്ന, തീർച്ചയായും നിങ്ങൾ മരിക്കരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ ഒരിക്കലും നിങ്ങൾ മരിക്കരുത്. മുസ്ലിമീങ്ങളായി മരിക്കണേ എന്നല്ല പറഞ്ഞത്, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. അങ്ങനെ അല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാതെ മരിക്കാൻ ചാൻസ് കൂടുതലുണ്ട്, ഒരുപാട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുസ്ലിം ആയിട്ടേ മരിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കാനുള്ളത് അവരവരുടെ മരണം ഈമാനികമായി ഇസ്ലാമീയത്തിനായി മരിക്കാൻ വേണ്ടി അതിനുള്ള പരിശ്രമം ഓരോരുത്തരും ചെയ്യണം. ഓരോരുത്തരും അതിന്റെ പരിശ്രമം ചെയ്യാനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കലല്ല കാര്യം, ഭൂമിയിൽ പോകുമ്പോൾ ഇസ്ലാമിനോട് കൂടി പോകലാണ് കാര്യം. ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാം, എല്ലാവരും ജീവിക്കാം, ഇസ്ലാം ഉള്ളവരും ജീവിക്കാം, ഇസ്ലാം ഇല്ലാത്തവരും ജീവിക്കാം, പക്ഷേ മരിക്കുന്ന സമയത്ത് ഇസ്ലാമോട് കൂടി മരിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അവിടെ മുഅ്മിന്റെ സകല പ്രയത്നങ്ങളും മുസ്ലിമായി മരിക്കാനുള്ളതായിരിക്കണം. എന്റെ ഇസ്ലാമിന് തകരാറുണ്ടാവണേ, എന്റെ മരണത്തിന് തടസ്സം ഉണ്ടാവണേ, ഈ കാര്യത്തെ പറ്റി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. നമ്മൾ നമ്മുടെ ഈമാനിനെ ഇസ്ലാമിനെ നിലനിർത്താനുള്ള പരിശ്രമം ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹു കാര്യമായി നമ്മൾ ഉണർത്തിയത്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. നമ്മളോട് വളരെ കാര്യഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അതുകൊണ്ട് ഇസ്ലാമിയത്തിലായി ജീവിക്കുക, ഇസ്ലാമിയത്തിലായി മരിക്കുക. ഇത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലാ
ദീനിൽ ഇസ്ലാം. പഠിച്ചവനെ, ഇസ്ലാമിലേക്ക് എനിക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. എല്ലാ സ്തുതിയും അവനാണ്. എനിക്ക് ഹിദായത്ത് തന്നല്ലോ. നീ എങ്ങാനും ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും, ഞങ്ങൾക്ക് ഹിദായത്ത് തരാൻ മറ്റൊരു വഴിയില്ല. നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതാണ്. കാരണം ഹിദായത്തിന് വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തവൻ നമ്മുടെ അല്ലാഹുവാണ്. അതുകൊണ്ട് ഹിദായത്തിന്റെ, അതിന്റെ ഇസ്തിഖാമത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ദുആയും പ്രയത്നവും ഉണ്ടാവും. അല്ലെങ്കിൽ ഹിദായത്ത് കിട്ടി മുഅ്മിനായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അയാൾ മുഅ്മിനായി നിലനിൽക്കാൻ സാധിക്കില്ല. വഴികളിൽ നിന്ന് അവർ മറ്റു വഴികൾ കയറി അവരേതെങ്കിലുമൊക്കെ തിന്മകളിലേക്ക് അല്ലെങ്കിൽ ഇരുളടഞ്ഞ വഴികളിലേക്ക് മനുഷ്യർ യാത്ര ചെയ്യും. മുസ്ലിമായി ജനിച്ച ആളാണ്, പിന്നെ അല്ലാഹുവിൽ സംശയം, അമലുകളിൽ സംശയം, നിരീശ്വരവാദങ്ങളിലേക്ക് മനുഷ്യൻ വഴുതി മാറിപ്പോകുന്നത് ഹിദായത്ത് അയാളിൽ നിന്ന് ഡിസ്മിസ് ആയിപ്പോയി, ഹിദായത്ത് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് ഹിദായത്തിനെ നിലനിർത്തുക, അതിനെ പിടിച്ച് അതിൽ ഉറച്ചു നിൽക്കുക, അതിന്റെ ദുആ ഏറ്റവും ആവശ്യമാണ്. നമ്മൾ കാണുന്നുണ്ട് മുസ്ലിമായി ജനിച്ച വീട്ടിൽ നിന്നുള്ള മക്കൾ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അല്ലെങ്കിൽ അല്ലാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാം. ഇതാണ് അല്ലാഹുവിന്റെ വചനത്തിന്റെ ഗൗരവം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം അല്ലാതെ മരിക്കാൻ ചാൻസ് കൂടുതലാണ്. ശരിക്കും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, ശരിക്കും അതിന് വേണ്ടിയുള്ള ദുആ ഉണ്ടായിട്ടില്ലെങ്കിൽ. അതാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ. യൂസുഫ് അലൈഹിസ്സലാം ആരാണ് പറയുന്നത്? നമ്മൾ പറയും നല്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ്, അയാൾ നിരീശ്വരവാദിയായി. സാർമാരൊന്നും ഒരു കാര്യമില്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ എന്താണ്? തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, എന്നെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണം. ആരാണ് യൂസുഫ് അലൈഹിസ്സലാം? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖാൻദാൻ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുടുംബം. യൂസുഫ് നബിയാണ് അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാം നബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് വരുന്നത്. ഡയറക്റ്റ് വാപ്പ യാക്കൂബ്, അവരുടെ പിതാവ് ഇസ്ഹാഖ്, അവരുടെ പിതാവ് ഇബ്രാഹിം. വല്യുപ്പാന്റെ ഉപ്പയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴും ദുആ തുടങ്ങിയിട്ടുണ്ട്, തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇത്ര നല്ല പരിശുദ്ധമായ തലമുറയിൽ വന്ന ഹദ്റത്ത് യൂസുഫ് അലൈഹിസ്സലാം വരെ ദുആ ചെയ്യാൻ. ഫുള്ള് തലമുറ നബിമാർ, അത് പ്രഗൽഭരായ നബിമാർ. എന്നിട്ടും ഞാൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഈമാനിൽ മുത്മയിന്നാണ്, നിർഭയരായിരിക്കണം. ഞാൻ മൂമിനാണ്, ഞാൻ മരിച്ചെങ്കിൽ നേരെ സ്വർഗത്തിലാണ്. എങ്ങനെ നമുക്ക് ഈമാൻ ഉണ്ടാകാം, സമാധാനം ഉണ്ടാകാം? ആര് കണ്ടു ഈമാന്റെ അവസ്ഥ? ഒരാളുടെ മരണസമയത്ത് ഈമാൻ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലുമായി നഷ്ടപ്പെട്ട ആളായി. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഈമാനെ സംരക്ഷിക്കൽ ഓരോ മുമ്പിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നിസ്കാരത്തിൽ. എന്നും ചോദിക്കണം, പടച്ചോനെ എന്നെ നേരായ മാർഗത്തിലാക്കണേ, ഞാൻ വഴി കഴിച്ചു പോവാതെ കാക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. സ്വന്തം പറയണേ, എന്നെ നിസ്കാരം നിലനിർത്തണേ. ആരാ പറയുന്നത്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബിയെ അല്ലാഹു ഖലീലാക്കിയിട്ടുണ്ട്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ് റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. വമിൻ ദുർരിയ്യതി,
എന്റെ തലമുറകളെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. ആ തലമുറപ്പെട്ട ആളാണ് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആയാണ് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നമ്മൾ ആരെങ്കിലും സ്വാഭാവികമായി ഈ ഈമാൻ അതാ മരണത്തിന്റെ സമയത്ത് ആ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് നഷ്ടപാടി വരാനുണ്ടാവില്ല. അതുകൊണ്ട് മരിക്കുന്നത് വരെ ഈമാൻ നിലനിൽക്കണം. എവിടുന്നാണ് ഇത് പതറി പോവുക, എവിടുന്നാണ് ഇത് നഷ്ടപ്പെട്ടു പോവുക, ആർക്കും അറിയില്ല. ഏതെല്ലാം സാഹചര്യങ്ങൾ ആളുകൾ ഏതെല്ലാം വഴിയിലെത്തിപ്പോകുന്നുണ്ട്. നമ്മൾ അവരെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അവരെ ആക്ഷേപിക്കാനല്ല അതിന്റെ വഴി. നമ്മുടെ ഈമാനിന് വേണ്ടി, നമ്മുടെ ഹിദായത്തിന് വേണ്ടി, നമ്മൾ മുസ്ലിമായി മരിക്കാൻ വേണ്ടി അതിനുള്ള പരിശ്രമം വേണം. അതോടൊപ്പം അതിനുള്ള ദുആയുണ്ടാകും. നമ്മൾ മുത്മയിനാണ്, ഞാൻ അബ്ദുള്ളാണ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അബ്ദുൽ ഗഫാറാണ്, ഞാൻ അബ്ദുൽ ഗഫൂറാണ്, എനിക്ക് ബസ്സല്ല, ഞാൻ മുസ്ലിമാണ്, എന്റെ വാപ്പ ഉമ്മ എല്ലാവരും മുസ്ലിം. സർക്കാർ അങ്ങനൊന്നുമില്ല. ഈമാനിന് വേണ്ടി പണിയെടുക്കണം. ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്ന പോലെ വാപ്പ ഡോക്ടറാണ്, ഉമ്മി ഡോക്ടറാണ്, അതിന്റെ പേരിൽ മോനും ഡോക്ടറാവും. വാപ്പ വക്കീലാണ്, ഉമ്മി വക്കീലാണ്, അതിന്റെ പേരിൽ മോൻ വക്കീലോ ആവൂല. ഉമ്മ എഞ്ചിനീയറാണ്, വാപ്പ എഞ്ചിനീയറാണ്, അതുകൊണ്ട് മോൻ എഞ്ചിനീയറായി ആവൂല. എവിടെയാവില്ല. പിന്നെ ഉമ്മ മുമ്മിൻ, മുമ്മിനത്ത്, വാപ്പ മുമ്മിൻ, അതുകൊണ്ട് മോനും മുമ്മിൻ. എങ്ങനെയാവുക? അതെങ്ങനെയാവുക? മകൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാലേ മോൻ എഞ്ചിനീയർ ആവുള്ളൂ, മകൻ മെഡിക്കൽ കോളേജ് പഠിച്ചാലേ ഡോക്ടർ ആവുള്ളൂ. മോൻ എവിടെയാണോ പഠിക്കുന്നത് അനുസരിച്ചാണാവുക. എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച മോൻ ഡോക്ടർ ആവൂല, മെഡിക്കൽ കോളേജ് പഠിച്ചാൽ എഞ്ചിനീയർ ആവില്ല. എന്താണോ ആവേണ്ടത് അവിടെയാണ് ഉണ്ടാവേണ്ടത്. ഉമ്മ മുമീനത്താണ്, വാപ്പ മുമീനാണ്, അതുകൊണ്ട് മോൻ മുമീനാവണമെങ്കിൽ ഈമാന്റെ ഗുണങ്ങളും പച്ചമോ അവന്റെ ഉണ്ടാവണം. നമ്മളൊരു മുമീനായി വീട്ടിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ മുമീനായി മരിച്ചോളം ഒരു നിർബന്ധമില്ല. അപ്പോൾ സർമാരെ പരിശ്രമം ഓരോ മനുഷ്യനും ആവശ്യമാണ്. അവരവരെ ഈമാന്റെ പിന്നിൽ, അവരെ ഇസ്ലാമിന്റെ പിന്നിൽ പരിശ്രമം ഉണ്ടാവണം, നല്ല ദുആ ഉണ്ടാവണം, അല്ലാഹുമായുള്ള അടുപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ടാണ് ഈ അയ്യുല്ലദീന ആമനു ആമനു എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിനെ തഖ്വല്ലാഹ തഖാത്തി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം. നിങ്ങളുടെ സമ്പാദ്യ മാർഗത്തിൽ സൂക്ഷിക്കണം, നിങ്ങളുടെ മുആശറത്തിൽ ബന്ധങ്ങളിൽ സൂക്ഷിക്കണം, ഇടപാടുകളിൽ സൂക്ഷിക്കണം, ഇബാദത്തിൽ സൂക്ഷിക്കണം, നിങ്ങളുടെ സ്വഭാവത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈമാനിൽ ശ്രദ്ധിക്കണം. ഇത് പൂർണ്ണമാവുമ്പോഴാണ് ആ മനുഷ്യൻ മുഅ്മിനാവുന്നത്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കാനുള്ളതാണ്. എനിക്ക് മുഅ്മിനായി മരിക്കാനുള്ളതാണ്, എനിക്ക് മുസ്ലിമായി മരിക്കാനുള്ളതാണ്. അത് അയാളുടെ ഒരു വലിയ ലക്ഷ്യമാണ്, അയാളുടെ ടാർഗറ്റാണ്. എന്തിനാ ജീവിക്കണേ? മുസ്ലിമായി മരിക്കാൻ, പണക്കാരനായി മരിക്കാനല്ല, സുഖലോലുപനായി മരിക്കാനല്ല, മുസ്ലിമായി മരിക്കാനാണ്. മുസ്ലിമായി മരിക്കാനാണ്. അവസ്ഥയിലുള്ള മരണം എന്തായാലും കുഴപ്പമില്ല, എന്തോ കൊണ്ടുള്ള കുത്തു കൊണ്ടിട്ടാണ് കുഴപ്പമില്ല, ഞാൻ മുസ്ലിമായി മരിച്ചാൽ മതി. അതുകൊണ്ട് മരണത്തിന്റെ കൈസ്, മരണത്തിന്റെ രൂപമല്ല. ഏത് വലിയ സെറ്റപ്പുള്ള ഹോസ്പിറ്റലിലാണ് മരിച്ചത്, വലിയ വലിയ വിദഗ്ധന്മാരായ ഡോക്ടർ കൈകളിലൂടെയാണ് മരിച്ചത്, അതൊന്നുമല്ല നോക്കുന്നത്. അയാളുടെ മരണസാഹചര്യം അയാളുടെ ഈമാന്റെ അവസ്ഥ എന്തായിരുന്നു, അത് മാത്രമാണ് നോക്കുക. സഹോദരന്മാരെ, ജീവിക്കുന്ന സമയത്ത് നമ്മളെ ഈമാനെ കൊണ്ട് നമുക്ക് ഉപകാരം ഇല്ലെങ്കിൽ നമ്മളെ മരിക്കുന്ന സമയത്ത് നമ്മളെ ഈമാനെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാവുക? നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ ഉണ്ടാവും. ജീവിക്കുമ്പോൾ നമ്മളെ ഈമാൻ വഴി നടത്തുന്നില്ല, പിന്നെ മരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഈമാൻ ഉണ്ടാവുക? മരിക്കാവുന്ന സമയത്ത് ആ ഈമാനോട് വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ജീവിതത്തിൽ ബുദ്ധിയും ഓർമ്മയും ശക്തിയും എല്ലാം ഉണ്ടാവുമ്പോൾ തീരുമാനം എടുക്കേണ്ടത് ഈമാനിലൂടെയാണ്. അത് നമുക്ക് സാധിക്കില്ലെങ്കിൽ മരിക്കാൻ സമയത്ത് നമ്മൾ എങ്ങനെ എടുക്കും? وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. ഖുർആൻ
മനുഷ്യന്റെ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ മനുഷ്യൻ പറയും, അതിന്റെ അടുത്ത് നിൽക്കുന്ന കൂടിയിരിക്കുന്ന ആളുകൾ പറയും, വഖീല മൻ റാഖ്, ആരാണ് മന്ത്രം നടത്താനുള്ളത്, ആരാണ് ഇയാളെ ചികിത്സിക്കാനുള്ളത്, എവിടേക്കാ ഇയാളെ കൊണ്ടോണ്ടത് എന്നൊക്കെ ആളുകൾ പറയുണ്ടാവും. അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന്. ഇങ്ങനത്തെ രംഗം വരാണ്ട് കണങ്കാലോട് ഇങ്ങനെ ഒരതുന്നുണ്ടാവുകയാണ്. വേദനയുടെ അതികഠിനമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരതുണ്ടാവും. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണുന്നതല്ല അയാൾ കാണുന്നത്. അവസ്ഥ മാറും. അന്ന് അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പറഞ്ഞത്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് മനുഷ്യന് അവന്റെ അവസ്ഥകളിൽ നിയന്ത്രണം വിട്ടുപോകും. അയാൾക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് റൂഹ് തൊണ്ടക്കുഴിയിലെത്തി അവിടെ തൗബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞത്. കാരണം ലോകം വേറെ കണ്ടു. അപ്പൊ പിന്നെ പറഞ്ഞ വാക്കിനൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് സാധാരണ ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമികത്തിനായി ജീവിക്കാനും അതിന്റെ നിലപാടെടുക്കാനും ബുദ്ധിയും കഴിവുണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് ഇമാം മാലിക് റഹിമഹുല്ലാ, ഹദീസിന്റെ മുഅത്ത ഇമാം മാലിക് എഴുതിയത് അദ്ദേഹമാണ്. ഹദീസിന് ഒരുപാട് സംഭാവന ചെയ്ത വലിയ ഹദീസും കൂടിയാണ്. ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇപ്പം ആയിട്ടില്ല, ഇപ്പം ആയിട്ടില്ല. ബോധക്ഷയത്തിന്റെ അവസ്ഥയിൽ എങ്ങനെ അദ്ദേഹം പറയും? അദ്ദേഹത്തിനോട് ചോദിച്ചെന്താണ്? പിശാച് എന്റെ മേൽ കടന്നാക്രമണം നടത്തി, ഞാൻ അവനോടാ പറഞ്ഞതായില്ല. എല്ലാ പിശാചുക്കളും ഓടിക്കൂടുന്ന സമയമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ മരിക്കാനാവുമ്പോൾ സകല പിശാചുക്കളും ഓടിക്കൂടും. സാധാരണ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണ്. പെനാൽറ്റി പോസ്റ്റിന്റെ അടുത്ത് ഗോളെത്തിയാൽ എല്ലാവരും എത്തും. അയാൾ ഒരാളും പിന്നെ ബാക്കിയുള്ള ഫുള്ള് 5-6 ആൾക്കാർ അയാളൊരു ബോളിനെ ബ്ലോക്ക് ചെയ്യല്ലോ. ഇതേപോലെ ഫുള്ള് ചെയ്താണ്. കാരണം അന്ത്യ നിമിഷമാണ്. ഈ നിമിഷത്തിൽ ഇയാളെ ഈമാനില്ലാതെ പിടിച്ചു കിട്ടിയാലേ കിട്ടുള്ളൂ അവർക്ക്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മരണത്തിന്റെ മുഖം അതൊരു വലിയ മുഖമാണ്, ഒരു വലിയ രംഗാണ്. കാരണം വെറുതെ നടന്നാൽ കെലിമ ചെല്ലാൻ പറ്റുന്ന നമ്മൾ പ്രതീക്ഷിക്കാണ്. അതുകൊണ്ടാണ് കെലിമയിലേക്കുള്ള മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി വലിയൊരു അധ്വാനം നിങ്ങൾ നടത്താനുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ആ അധ്വാനം എന്താണ്? കെലിമയായിട്ടുള്ള ജീവിതത്തെ ശീലിക്കുക. ഇസ്ലാമിന് നിരക്കാത്ത ജീവിതം നമുക്ക് പറ്റില്ല. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കി ജീവിക്കുക. അതാണ് അല്ലാതെ എന്തിനാണ് ചോദിക്കുന്നത്? നിസ്കാരത്തിലാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിന്നോ അല്ലെങ്കിൽ ബാറിന്നോ അല്ല ചോദിക്കുന്നത്. മസ്ജിദിൽ വന്നിട്ട് ചോദിക്കാൻ, കൈകെട്ടി നിന്നിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ ചൊവ്വായ മാർഗത്തിലാക്കണേ. ഇനി ഇതിനേക്കാൾ നല്ല ചൊവ്വായ മാർഗം ഏതാണ്ടത് അല്ല. ജീവിതം ഇനി ഒരുപാട് എനിക്ക് എത്താനുണ്ട്, എനിക്ക് ലക്ഷ്യത്തിൽ എത്താനുണ്ട്. ഇപ്പൊ ഞാൻ വഴിയിലാണുള്ളത്. വഴിയിലുള്ളവൻ എത്തി എന്ന് പറയാൻ പറ്റൂല. വഴിയുള്ളവൻ എത്തി എന്ന് പറയാൻ പറ്റും? എത്തിന്ന് പറയാൻ പറ്റില്ല. എത്തിയാലേ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്താനുള്ള മാർഗം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള പരിശ്രമം, അതിനുള്ള മെഹനത്ത്, അതിനുള്ള അധ്വാനം അത് നടത്തിക്കൊണ്ടേയിരിക്കും. എങ്ങനെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും? ഒരടിമ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ അള്ളാഹു അടിമനെ തൃപ്തിപ്പെടുത്തും. അടിമക്ക് മനസ്സമാധാനം നൽകും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഏറ്റവും സന്തോഷകരമായ ഒരു മനുഷ്യന്റെ ആത്മാവ് അതാണ് നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്. കാരണം ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു തീർത്ത മനുഷ്യൻ അയാൾ ഭയങ്കര മുത്മഇന്നായിരിക്കും, അയാൾ ഭയങ്കര സമാധാനമായിരിക്കും. അയാൾ ആ ആത്മാവിനെ വിളിക്കൽ തന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, നിർവൃതി അടഞ്ഞ ആത്മാവേ, ടെൻഷൻ ബേജാറൊന്നും ഇല്ലാത്ത ആത്മാവേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. നിന്റെ റബ്ബിന്റെ തൃപ്തി സമ്പാദിച്ച് നിന്റെ റബ്ബിന്റെ തൃപ്തി സ്വീകരിച്ചവരായി
നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിക്കോ. ഭൂമിയിൽ 10, 50, 60, 70 കൊല്ലം റബ്ബിന്റെ തൃപ്തി കൊതിച്ച് അത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് പലതും ഉപേക്ഷിച്ചു. മനസ്സിന് പല താല്പര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹു ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കി. അങ്ങനെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച് ജീവിച്ച അടിമ നിന്റെ സമയമായി. നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങിക്കോ. മടങ്ങാനായി. ഒരു മനുഷ്യന്റെ വഫാത്തിന്റെ സമയം മലക്കുകളുടെ എഴയാനായിരിക്കും ഇത്, അവരുടെ അറിയിപ്പായിരിക്കും ഇത്. നീ മടങ്ങിക്കോ, മതി മതി, ഞാൻ നിർത്താനായി. നീ ഇത്രകാലം കൊതിച്ചിരുന്ന നിന്റെ റബ്ബിന്റെ തൃപ്തി, ആ തൃപ്തിയിലായിട്ട് നീ പോയിക്കോ. റബ്ബിനെ തൃപ്തിപ്പെടുത്തിയിട്ടും റബ്ബിന്റെ തൃപ്തി സ്വീകരിച്ചിട്ടും ആ അവസ്ഥയിൽ റബ്ബിലേക്ക് മടങ്ങിക്കോ. ഏറ്റവും ആനന്ദകരമായ ആത്മാവതായി എന്റെ ദാസന്മാരിൽ നീ പ്രവേശിച്ചോളി എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് അറിയിപ്പുണ്ടാവും. അള്ളാഹിന്റെ സച്ചരിതരായ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ ഈ അടിമനെ പ്രവേശിക്കും. എന്റെ സ്വർഗത്തിലേക്കും പ്രവേശിച്ചോളി. മരിക്കാൻ സമയത്ത് പറയണം. കാരണം അടിമന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്റെ അള്ളാഹു തൃപ്തിപ്പെടണം. പലതുണ്ടായിരുന്നു, അതിനൊക്കെ രക്ഷപ്പെട്ടതാണ്. പല പല കാര്യങ്ങളുണ്ടായിരുന്നു, മനസ്സിൽ ഇഷ്ടപ്പെട്ട പല രംഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടുനിന്നവനാണ്. അങ്ങനെ ഭൂമിയിൽ ഒരു ത്യാഗം സഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യനോട് പറയാൻ അതിലേക്ക് തിരിയണം. അതുണ്ടാവണമെങ്കിൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കണം, തൃപ്തിക്ക് വേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഒഴിവാക്കാൻ റെഡി ആവണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ല, ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ഒഴിവാക്കുക. ഹരങ്ങൾ, രസങ്ങൾ എന്ന് വിട്ടിട്ട് താൽക്കാലികം പഠനകാലം മതി. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടണം. ഇതിലേക്ക് എത്താനാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈമാനുള്ള ആൾക്കാരോടുള്ള ഉപദേശം, നിങ്ങൾ സൂക്ഷിക്കണം. ജീവിതത്തിൽ ആകെ കൂടിയുള്ള ആവശ്യം സൂക്ഷിക്കലാണ്, തഖ്വ ഉണ്ടാവലാണ്. എല്ലാ കാര്യത്തിലും തഖ്വ ഉണ്ടാവണം. തോന്നിയതുപോലെ ജീവിക്കാൻ മുമ്പിന് പറ്റൂല. നാട്ടിന്റെ ആചാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും എന്ത് ജീവിക്കാൻ മുമ്പിന് പറ്റൂല. പല പല കാര്യങ്ങൾ ആലോചിക്കാൻ ചിന്തിക്കാനുണ്ട്. ആലോചിച്ച് ചിന്തിച്ചിട്ടേ ചെയ്യാവൂ. മുസ്ലിങ്ങളായിട്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മുസ്ലിമായി മരിക്കണം. അതുകൊണ്ട് പഴയ ആൾക്കാർ അവർ സംസാരിച്ചു എല്ലാത്തിന്റെ അവസാനത്തിൽ പറയും കാര്യമായിട്ട് ദുആ ചെയ്യുന്ന മുസ്ലിമായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മനുഷ്യന്റെ ഉള്ളിലെ ലക്ഷ്യം അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങനത്തെ ലക്ഷ്യമില്ല, അതുകൊണ്ട് നമുക്ക് ദുആയില്ല. നമ്മൾ ആരോടും ദുആയും പറയില്ല. പക്ഷെ പഴയുള്ള ആൾക്കാർ പറയും ഈമാനോട് കൂടി ആഖിറത്ത് നന്നാവണം, മുസ്ലിമായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അവസാനം ആഖിറത്ത് നന്നാവണം, ഇസ്ലാമിയത്തിലായി മാറണം. അതൊരു ലക്ഷ്യമാണ്. തന്നെയാണ് അള്ളാഹു പറയുന്നത്. ഭൂമിയിൽ എങ്ങനെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാന്ന് വിചാരിക്കേണ്ട. സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്ഥലം ആഖിറ. അതിനുള്ള ഏറ്റവും എളുപ്പമായ കവാടാണ് ഈമാനോടുള്ള മുസ്ലിമായിട്ടുള്ള മരണം ഉണ്ടാവുക. അതിനുള്ള മാർഗം എന്താണ്? ഇസ്ലാമിയത്തിനായി ജീവിക്കുക, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക. അള്ളാഹു തആല വഴിയിലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം മുസ്ലിമായി മരിക്കലാണ്. മുസ്ലിമായി മരിക്കലാണ്. മുസ്ലിമായി മരിക്കാൻ, മുസ്ലിമായി ജീവിക്കണം. اللهم أحيني مسلما وتوفني مسلما. എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണം, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വാലിഹ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളിൽ ചേർക്കുകയും. ഏറ്റവും വലിയ ആവശ്യം നമ്മൾ ദുആദായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സ്വലാത്തുൽ മുസ്തഖീം പറഞ്ഞ നിസ്കാരത്തിൽ പഠിച്ച വഴി മാറിപ്പോവാൻ.
നിരീശ്വരവാദങ്ങൾ, ബാക്കിയിലെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ചിന്തകൾ ആൾക്കാർ അതൊക്കെ ഒരു ഫാഷനായി കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിനൊക്കെ കെടുതിയായുള്ള മരണത്തോട് കൂടിയാണ് അറിയാം. ജീവിതകാലത്ത് ആർക്കും വലിയ പ്രശ്നമൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഉള്ളിനുള്ളിൽ വലിയ തീക്കുണ്ടങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് അറിയില്ല. നല്ല കുപ്പായിട്ടുണ്ടാവും, വലിയ വിരണ്ട 4500 കുപ്പായിട്ടുണ്ടാവാം. പക്ഷെ അതിനുള്ളിലുള്ള മനസ്സ് വലിയ തീക്കുണ്ടമായിരിക്കും. ജീവിതത്തിൽ ഉറപ്പാണ്, അതിൽ സംശയിക്കണ്ട. അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് സ്വസ്ഥത ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. എല്ലാത്തിന്റെ അവസ്ഥ ഇസ്ലാമയത്തിലായി ജനിച്ചു, നിരീശ്വരവാദത്തിന്റെ ആൾക്കാരായി. മക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തില്ല, മദ്രസയ്ക്ക് അയച്ചിട്ടില്ല മക്കളെ, അള്ളാഹ് എന്ന് പറയാൻ കൂടി സമ്മതിച്ചില്ല. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നരകിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മക്കൾക്ക് വാപ്പന നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല, ഒരു മാനസികാവസ്ഥയില്ല. ജീവിതം നരകിച്ചുകൊണ്ടിരിക്കുക. സാർമാരെ ഈമാൻ ഇസ്ലാം അത് ഏറ്റവും വലുതാണ്. അതിനൊരു നിയമത്തായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം. പക്ഷേ നീ എന്നെ മുസ്ലിം ആക്കിയല്ലോ, എനിക്ക് ഹിദായത്തിൽ നിലനിൽപ്പ് തരണേ, ഇസ്തിഖാമത്ത് തരണേ, എനിക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരണേ. അതാണ് നിസ്കാരത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നെ ചേർക്കണേ പഠിച്ചവനെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നീ കോപിക്കപ്പെട്ടവർ, നീ വഴികെടുത്തിയവർ, അവരെ വഴിയിൽ എന്നെ ആക്കരുതേ പഠിച്ചവനെ. അവ ഇഷ്ടം പോലെ ഉണ്ടാവും മാർക്കറ്റിൽ, ശൈലന്നെ ആക്കരുത്. വലിയൊരു ദുആണ് കൈകെട്ടിട്ട് ചെല്ലുന്നത്. നമ്മുടെ നിസ്കാരത്തിൽ അശ്രദ്ധയിലാണ്. അതാണ് നമുക്ക് മാപ്പാക്കി തരുമാനാണ്. അവിടെ സാർമാരെ ലക്ഷ്യം ഉണ്ടാവണം, ഞാൻ മുസ്ലിമായി മരിക്കാൻ വേണ്ടി വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിയത്തോട് കൂടി ജീവിക്കണം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, അവസാനം മനക്കെടുത്ത് കേൾപ്പിക്കണം. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ചേർത്ത് ഇത് നമ്മുടെ ഭാര്യമാരോട് പറയണം, നമ്മുടെ മക്കളോട് പറയണം, നമ്മുടെ അയൽവാസികളോട് പറയണം. നമ്മുടെ ലക്ഷ്യം മുസ്ലിമായി മരിക്കാനാണ്. അപ്പോഴാണ് തഖ്വ ഉണ്ടാവാൻ ശ്രമിക്കുക. തഖ്വ ഉണ്ടായാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, തഖ്വ ഉണ്ടായാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ നല്ല ശ്രമം, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക ജീവിതത്തിന്റെ ലക്ഷ്യാക്കണം. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടമില്ലെന്ന് ഒഴിവാക്കണം, മനസ്സുണ്ടാവണം. പിന്നെ അതിന്റെ പേരിൽ കടിഞ്ഞു തൂങ്ങരുത്. എല്ലാവരും എന്താ വിചാരിക്കുക, നാട്ടുകാരെന്താ പറയാ, അള്ളാഹ് ഇഷ്ടല്ലേ, വേണ്ട പോട്ടെ, എന്തായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് നോക്കുകയും മാറാവട്ടെ. അള്ളാഹ് നമ്മളെ മുഅ്മിനായി മുത്മഇന്നായി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് വിളിക്കുന്ന നല്ല ആത്മാവുകളിൽ പടച്ചവൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവരെയും അള്ളാഹ് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.